അമ്മമ്മേ വിശക്കുന്നു കഴിക്കാൻ വല്ലെന്താ? അകത്ത് ചോറ് ഇരിപ്പുണ്ട്, പോയി എടുത്ത് കഴിക്കും. 4 മണിക്ക് ചോറോ സ്നാക്സ് ഒന്നും ഇരിപ്പില്ലേ? ക്രാപ്സ് ഒക്കെ അയൽക്കൂട്ടം പെണ്ണുങ്ങളെ മീറ്റിംഗിൽ വന്നപ്പോ എടുത്ത് കഴിച്ചെന്നീ. അമ്മൂടെ പലതവണ പറഞ്ഞിട്ടില്ലേ വരുന്നവർക്കും പോകുന്നവർക്കും എനിക്ക് വെച്ചേക്കണ സ്നാക്സ് ഒന്നും എടുത്ത് കൊടുക്കരുതെന്ന്. അവർക്ക് വലിയ കട്ടൻ ചായ അലവല നനച്ചിട്ട് അവര് നനച്ചതോ വല്ലതും കൊടുത്താ പോരെ? ഓ അവരൊക്കെ ഇപ്പൊ അവര് നനച്ച് കഴിക്കാതിരിക്കുവാ. രമണി പറയുവാ സ്നഗീന്ന് ഫിഷ് ഓർഡർ ചെയ്യാൻ. എനിക്കാന്ന് അറിയണ്ട, എന്റെ സ്നാക്സ് എനിക്ക് ഇപ്പൊ കിട്ടണം. അതിന് അവരിപ്പോ തിന്നു പോയില്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ കാശും ഇല്ല. കാശൊന്നും വേണ്ട, അമ്മൂമ്മ പെട്ടെന്ന് റെഡിയാക്കി കടിച്ചോ അമ്മനെ കൊണ്ട് എന്നെ വിഷം ഇറക്കിപ്പിക്കാൻ എനിക്ക് അറിയാം. എന്താ നിന്റെ പ്ലാൻ? അതൊന്നും അമ്മൂമ്മ അറിയണ്ട, എന്റെ കൂടെ വന്നാൽ മതി. ബാക്കി ഞാൻ പറയാം. അതിനോട് പിടിച്ചോണം. ഓ എന്താ ശാന്താമ്മയും കൊച്ചുമോളുമായിട്ട് വന്നേ? ഞങ്ങൾ അമ്മമ്മയുടെ സപ്തതി ക്ഷണിക്കാൻ വന്ന. ആഹാ അത് ശരിയാ. അപ്പൊ എന്താണ് സംഭവം? ഒരു നല്ല കാര്യം പറയാൻ വരുമ്പോ മുറ്റത്ത് നിർത്തിയാണോ സംസാരിക്കുന്നത്? അയ്യോ ഞാനിത് മറന്നു. വാ ഇനി വന്ന കാര്യം പറ. അതെ, വീട്ടിലാരെങ്കിലും വന്ന ചായം പലഹാരം ഒന്നും കൊടുക്കത്തില്ല. അല്ല, എന്തെങ്കിലും കുടിക്കാനും കുറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. അയ്യോ സോറി മോളെ, ഞാൻ ഇപ്പൊ വരാട്ടോ. അതെ, വലിയ വീട്ടിലും വന്ന് കൊച്ചുകാരുടെ തീറ്റസാനം തട്ടിവിടെ ഇവർക്കൊക്കെ നല്ല മിടുക്ക. നീ എന്റെ നാണം കെടുത്തുവല്ലോ. അപ്പൊ എന്നാ ശാന്താമ്മയുടെ സപ്തതി? ആന്റി ഇന്നത്തെ ഡേറ്റ് ആ കലണ്ടറിൽ നോക്കി പറയാവോ? ഇപ്പൊ പറയാവേ. ഇന്ന് ഡേറ്റ് 14. എന്നാ ഡേറ്റ് ഞങ്ങൾ തീരുമാനിച്ചിട്ട് പറയാവേ. അപ്പൊ പോവാണേ. ബേബി ഇതന്നെ അമ്മമ്മയും കൊച്ചുമോളും കൂടി പതിവല്ലാതെ ഇതിലേക്ക് കയറിയിരിക്കും. ഞാനിപ്പോ വരാവേ. ഒന്ന് തന്നെ, അതിന് ശാന്തയ്ക്ക് 68 വയസ്സല്ലേ ആയുള്ളൂ. 70 വയസ്സിലല്ലേ സപ്തതി. എന്നാ ഞങ്ങൾ ഇവിടെ 2 വർഷം കഴിഞ്ഞ് വരാം. വേറെ ആരെങ്കിലും മീറ്റിംഗിൽ പെട്ടെന്ന് പറ. സുധാ വനജ ലീലാമ്മ. സുധാ വനജ ലീലാമ്മ ഒന്നിനെയും വെറുതെ കൊടുത്തില്ല. വാ.